അമേരിക്ക ഇറാൻ യുദ്ധം എന്നേക്കുമായി എന്നേക്കൊന്നും പറയാൻ പറ്റില്ല, തൽക്കാലം അവസാനിക്കാൻ പോകുന്നു എന്ന വാർത്ത വരുമ്പോൾ PP ജെയിംസ് തത്സമയം ചെയ്യുന്നു. ജെയിംസ്, ഗുഡ് മോർണിംഗ്. നമുക്കെല്ലാം ഒരു ഗുഡ് മോർണിംഗ്. നമുക്കെല്ലാം ആഹ്ലാദഭരിതമായ ഒരു നിമിഷമാണിത്. മാത്രമല്ല, എപ്പോഴും യുദ്ധത്തിൻ്റെ വാർത്തകൾ പറഞ്ഞ് നാവൊക്കെ ക്ഷീണിച്ചു തുടങ്ങിയല്ലോ. അപ്പോൾ ഇന്നിപ്പോൾ യുദ്ധം അവസാനിക്കാൻ പോകുന്നു എന്നുള്ള സതുദ്ദേശത്തോടുള്ള നല്ല വാർത്ത പ്രിയപ്പെട്ട പ്രേക്ഷകരെ വിശദമായി അറിയിച്ചോളൂ. യഥാർത്ഥത്തിൽ കേരളത്തിലെ ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള സൗജന്യ സ്ത്രീയാത്ര നടക്കുമ്പോൾ അന്താരാഷ്ട്ര തലത്തിലും വലിയ ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള ഒരു സമാധാന കരാർ വരികയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ സൗജന്യ യാത്ര കാരണം നമ്മൾ ഈ സമാധാനത്തെക്കുറിച്ച് അല്പം പറയാൻ വൈകിയെന്ന് മാത്രമേ ഉള്ളൂ. നേരത്തെ നമ്മൾ വാർത്തകളിലൊക്കെ പറഞ്ഞു കഴിഞ്ഞതാണ്. പക്ഷേ ഇതിലുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, കഴിഞ്ഞ 107 ദിവസമായിട്ട് യുദ്ധം നടക്കുകയായിരുന്നു. വെടിനിർത്തൽ അതിൻ്റെ ഇടയ്ക്ക് ഉണ്ടായിരുന്നെങ്കിൽ വെടിനിർത്തൽ ലംഘിച്ച് ഒരുപാട് ആക്രമണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ അമേരിക്കയും ഇറാനും തമ്മിൽ സമാധാന കരാറായിരിക്കുന്നു എന്ന പ്രഖ്യാപനം വന്നു. അടുത്ത ദിവസങ്ങളിൽ വെള്ളിയാഴ്ച 19-ാം തീയതി സ്വിറ്റ്സർലൻഡിൽ വെച്ച്, ജനീവയിൽ വെച്ചായിരിക്കും അവിടെ ഒപ്പിടൽ കർമ്മം നടക്കും. ഒരുപക്ഷെ JD വാൻസ്, US-ന്റെ വൈസ് പ്രസിഡന്റ്, ഒരുപക്ഷെ ട്രംപ് തന്നെ നേരിട്ട് വരുമെന്ന് പറയുന്നുണ്ട്. ഒപ്പം തന്നെ ഇവരുടെ സ്പീക്കർ, ഇറാന്റെ സ്പീക്കർ മുഹമ്മദ് ഖാലിബാഫ് എത്തുമെന്ന് പറയുന്നു. എന്തായാലും വലിയൊരു കാര്യമാണ് നടക്കുന്നത്. ഹോർമോസ് കടലിടുക്ക് തുറക്കാൻ പോകുന്നു. 100 കണക്കിന് കപ്പലുകൾ അവിടെ കുടുങ്ങിക്കിടക്കാണ്. അവരൊക്കെ പോകും. ട്രംപ് പറഞ്ഞത്, നിങ്ങൾ കപ്പലുകളുടെ എൻജിൻ സ്റ്റാർട്ട് ചെയ്തു, എണ്ണ ഒഴുകട്ടെ എന്നാണ് ട്രംപ് പറയുന്നത്. പക്ഷേ ട്രംപ് ഇതൊക്കെ പറയുമ്പോഴും ട്രംപിൻ്റെ ഏറ്റവും വലിയ കൂട്ടാളിയായിട്ടുള്ള ഇസ്രായേൽ വലിയ ആക്രമണം നടത്തിയിരിക്കുകയാണ് ബെയ്റൂട്ടിൽ. ലെബനോന്റെ തലസ്ഥാനമായ ബെയ്റൂട്ടിൽ ഹെസ്ബുള്ളയുടെ കേന്ദ്രങ്ങൾ ആക്രമിച്ചു, 3 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ഈ കരാറിനെ കുറിച്ച് മൗനം പാലിക്കുന്ന ഒരേ ഒരു രാജ്യമേ ഉള്ളത് ഇസ്രായേലാണ്. ഇസ്രായേൽ മിണ്ടിയിട്ടില്ല. എന്ന് മാത്രമല്ല, ഇസ്രായേലിലെ വലതുപക്ഷ പത്രങ്ങളും അവിടുത്തെ മാധ്യമങ്ങളും അമേരിക്കയ്ക്കെതിരെ രംഗത്ത് വന്നിരിക്കുന്നു. അമേരിക്ക ചതിച്ചു എന്നാണ് പറയുന്നത്. ഇസ്രായേലിനെ ഈ ചർച്ചകളിലൊന്നും പങ്കെടുപ്പിച്ചിട്ടില്ല. പാകിസ്ഥാനും ഖത്തറുമാണ് മധ്യസ്ഥരായി നിന്നത്. ഖത്തറിൻ്റെ ടീം ഇറാനിലെത്തി 17 മണിക്കൂർ ചർച്ച നടത്തിയാണ് ഇപ്പോൾ മടങ്ങിയത് ടെഹ്റാനിൽ നിന്ന്. അപ്പോൾ പാകിസ്ഥാൻ പ്രധാനമന്ത്രി വലിയ ഇതായിട്ട് പ്രഖ്യാപനവുമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. ഞങ്ങളാണ് ഇതിന് പ്രധാന പങ്ക് വഹിച്ചത്. സൗദി അറേബ്യയ്ക്കും തുർക്കിക്കും ഖത്തറിനൊക്കെ നന്ദി പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇന്ത്യ ഇതിൻ്റെ ഇടയിൽ ഒരുപക്ഷെ എഫക്റ്റഡ് ഒരു ടീം എന്ന് പറയുന്നത് ഇന്ത്യയാണ്. ഹോർമോസ് കടലിടുക്ക് തുറക്കുമ്പോൾ അല്ലെങ്കിൽ ഇറാനുള്ള ഉപരോധം, നാവിക ഉപരോധം പിൻവലിക്കുമെന്ന് ട്രംപ് പറഞ്ഞിരിക്കുന്നു. ഇന്ത്യൻ കപ്പൽ ആക്രമിക്കപ്പെട്ടു, 3 നാവികർ കൊല്ലപ്പെട്ടു അടക്കമുള്ള ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. എന്തായാലും പാകിസ്ഥാന്, നമ്മുടെ ശത്രു രാജ്യമാണ്, നേട്ടമുണ്ടാക്കുമ്പോൾ നേട്ടമുണ്ടായില്ലെന്ന് പറയാൻ പറ്റില്ല. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് പാകിസ്ഥാൻ ഒരു അന്താരാഷ്ട്ര ചർച്ചയിൽ 3 മാസം പങ്കെടുത്ത് ഇതിൽ ഒരു ഇത് കൊണ്ടുവരുന്നത്. എന്തായാലും 107-108 ദിവസത്തെ ഈ യുദ്ധത്തിൽ 10,000 കോടി ഡോളറിൻ്റെ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇറാനിൽ കൊല്ലപ്പെട്ടത് 4,000-ലേറെ പേരാണ്. ലെബനോനിൽ കൊല്ലപ്പെട്ടത് 3,700 പേരാണ്. ഈ തരത്തിൽ വെസ്റ്റ് ബാങ്കിൽ, ഗസയിലൊക്കെ ഇപ്പോഴും കൊല്ലപ്പെടുന്നുണ്ട്. ഇപ്പോൾ ഇസ്രായേൽ അടങ്ങിയിരിക്കുമോ എന്നാണ് ഇനി അറിയേണ്ടത്. ഇസ്രായേൽ അടങ്ങിയില്ലെങ്കിൽ ട്രംപ് വലിയ രോഷത്തോടെ പറഞ്ഞിട്ടുണ്ട്. UN സെക്രട്ടറി ജനറൽ പ്രതിഷേധിച്ചിട്ടുണ്ട് ഇസ്രായേലിന്റെ അറ്റാക്കിനെതിരെ. ഇസ്രായേൽ എന്ത് ചെയ്യുമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.